ഇനി പാനിലേക്ക് 1 സ്പൂണ് എണ്ണ ഒഴിക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ്. അതിനുശേഷം നമ്മൾ പ്യാജ് അങ്ങോട്ടിടുന്നു. അതൊന്ന് ചുമക്കുന്നിടൊരു ബ്രൗൺ ആവുന്നിടം വരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എളുപ്പം ഇളകാനായിട്ട് നമ്മൾക്ക് ഇതിലൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പം അത് ബ്രൗൺ ആയിക്കോളും. പ്യാജിൻ്റെ കളറൊക്കെ മാറി വരുന്നു. ഇനി നമ്മൾക്ക് ഈ ഗോബി ഫൂൾ ഗോബി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇത്തിരി 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് വേണ്ടി ബീൻസും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്യാം. അതും ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് നമ്മൾക്കൊരു 5 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കാം, ഒന്ന് വേകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മസാലയൊക്കെ ഇടാം. സബ്ജിയെല്ലാം ഇതായിട്ടുണ്ട്, ബ്രൗൺ ആയി. ഇനി നമുക്ക് ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായിട്ട് പിന്നെ നമുക്ക് മസാല ഇടണം. ഇനി നമ്മൾക്കതെല്ലാം ഇതായി. ഇനി നമ്മൾക്ക് 1/2 സ്പൂണ് മഞ്ഞൾ പൊടി ഇടുകയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചട്നി ഇടാൻ പോകുന്നു. സാഗവാൻ ചട്നിയാണ് ഇനി ഇടാൻ പോകുന്നത്. മറ്റു മസാലകളൊന്നും ചേർക്കുന്നില്ല അതിൻ്റെ കൂടെ, ഇതെല്ലാം ഉണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കണം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി റൈസ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതുകൂടെ ആഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി റൈസ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമ്മൾക്ക് റൈസ് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ധനിയയുടെ ഇലയുടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡിയായി. ഇനി നമ്മൾക്ക് കഴിക്കാം. ഉണ്ടാക്കിയ പുലാവാണിത്. ഇനി നമ്മൾക്ക് സലാഡിൻ്റെ കൂടെ അച്ചാറ്, പപ്പടം ആയിട്ട് കഴിക്കാം.